Dear students, today I am going to discuss random variable in statistics. Random variable is a function that associates a unique numerical value with every outcome of an experiment. നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു റാൻഡം എക്സ്പെരിമെൻറ്റിൽ ഉണ്ടാവുന്ന ഔട്ട്കംസിൻ്റെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ബേസ് ചെയ്തിട്ടുള്ള ഒരു ന്യൂമറിക്കൽ വാല്യൂ ആണ് റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. എ കോയിൻ ഈസ് ടോസ്ഡ്. നമുക്കറിയാം, ഒരു കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഒരു വേരിയബിൾ ആക്കിയിട്ട് നമ്പർ ഓഫ് ടെയിൽ എടുക്കുക. ആ വേരിയബിൾ നമ്മൾ എക്സ് വൈ ഓർ എക്സെട്ര. ഇവിടെ കൊടുത്തത് എക്സ് ഈക്വൽ ടു നമ്പർ ഓഫ് ടെയിൽ. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം സാമ്പിൾ സ്പേസ് HT ആണ് ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഉണ്ടാവുക. ഇതിൽ സാമ്പിൾ സ്പേസിൽ എത്ര ടെയിൽ ഉണ്ട്? അപ്പോൾ ഹെഡിൻ്റെ നേരെ നമുക്ക് എഴുതാൻ പറ്റുന്നത് 0 ടെയിലാണ്. പിന്നെ ഉള്ളത് ടീൻ്റെ നേരെ 1 ടെയിൽ. അപ്പോൾ ഇവിടെ കൊടുത്ത നമ്പർ 0 അല്ലെങ്കിൽ 1 ഇൻറ്റിജർ നമ്പറാണ്. ഈ നമ്പറിനെയാണ് നമ്മൾ റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എക്സിൻ്റെ വാല്യൂ 0, 1. റാൻഡം വേരിയബിൾ രണ്ട് ടൈപ്പാണ്. ഒന്ന് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളും ഒന്ന് കണ്ടിന്യൂസ് റാൻഡം വേരിയബിളും. ഇതിൽ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്താ നോക്കാം. ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ഈസ് വൺ വിച്ച് മേ ടേക്ക് on only a countable number of distinct values such as 0, 1, 2, etc. റാൻഡം വേരിയബിളിൽ രണ്ട് ടൈപ്പാണെന്ന് പറഞ്ഞു. ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത് കൗണ്ടബിൾ നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വാല്യൂസിനാണ് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. നമുക്കത് കൗണ്ട് ചെയ്യാൻ പറ്റണം. നമ്പേഴ്സ് കൗണ്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ. ഒരു കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് നേരത്തെ നമ്മൾ പറഞ്ഞു ഹെഡ് ടെയിൽ ഉണ്ടാവാം. ഇവിടെ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് 0, 1, മാക്സിമം 1 ആണ്. അതുപോലെ മറ്റൊരു എക്സാമ്പിളാണ് ദ നമ്പർ ഓഫ് ഡിഫക്റ്റീവ് ലൈറ്റ് ബൾബ് ഇൻ എ ബോക്സ് ഓഫ് 10 ബൾബ്സ്. ഒരു ബോക്സിൽ 10 ബൾബ് ഉണ്ടെങ്കിൽ അതിൽ ഡിഫക്റ്റീവ് ആയിട്ടുള്ള ബൾബ് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്നതാണ്. മിനിമം 0 ആയിരിക്കും, അല്ലെങ്കിൽ മാക്സിമം 10 ആയിരിക്കും. അപ്പോൾ മാക്സിമം വാല്യൂ വരെ 10 എത്തുന്നുള്ളൂ. അപ്പോൾ അത് കൗണ്ട് ചെയ്യാൻ പറ്റുന്ന നമ്പർ ആയതുകൊണ്ട് അത് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണ്. അതുപോലെ നമ്പർ ഓഫ് ചിൽഡ്രൻ ഇൻ എ ഫാമിലി നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് അതും ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിന്. കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ഇറ്റ് ഈസ് വൺ വിച്ച് ടേക്സ് ആൻ ഇൻഫിനിറ്റി നമ്പർ ഓഫ് പോസിബിൾ വാല്യൂസ്. അതിൻ്റെ വാല്യൂ ഇൻഫിനിറ്റ് ആയിരിക്കും. നമുക്ക് ഒരിക്കലും കൗണ്ട് ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ അത് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണ്. എക്സാമ്പിളാണ് ദ എമൗണ്ട് ഓഫ് ഷുഗർ ഇൻ ഓറഞ്ച്. ദെൻ ലൈഫ് ടൈം ഓഫ് CF ലാമ്പ്. ഒരിക്കലും നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റിക്കോളുന്നില്ല, അത്രയും ഡേയ്സ് നിൽക്കുന്നതായിരിക്കും. ദ പോസിബിൾ വാല്യൂസ് ഓഫ് ദ ടെമ്പറേച്ചർ ഔട്ട്സൈഡ് ഓൺ എനി ഗിവൺ ഡേ. അതും ഒരു ഇൻഫിനിറ്റ് നമ്പറാണ് ആൻസർ കിട്ടുന്നത്. ഈ ടൈപ്പ് റാൻഡം വേരിയബിളിനെ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഡെഫിനിഷൻ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ്. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എ ഡിസ്ക്രീറ്റ് random variable is a list of probabilities associated with each of its possible values. It is also called probability function or probability mass function. നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള റാൻഡം വേരിയബിളിനെ ബേസ് ചെയ്തുകൊണ്ട് പ്രോബബിലിറ്റി കണ്ടുപിടിക്കുകയാണെങ്കിൽ ആ പ്രോബബിലിറ്റിയുടെ ലിസ്റ്റിനെയാണ് നമ്മൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ മറ്റൊരു പേരാണ് പ്രോബബിലിറ്റി ഫംഗ്ഷൻ ഓർ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ. ദറ്റ് ഈസ് P of x ഈക്വൽ ടു X. ഒന്ന് ക്യാപിറ്റൽ എക്സും ഒന്ന് സ്മോൾ എക്സും ആണ്. ഇവിടെ സ്മോൾ എക്സ് എന്ന് പറയുന്നത് റാൻഡം വേരിയബിളിൻ്റെ നമ്മൾ കൊടുക്കുന്ന ന്യൂമറിക്കൽ വാല്യൂസ് x ഈക്വൽ ടു 0, x ഈക്വൽ ടു 1, x ഈക്വൽ ടു 2, എക്സെട്ര. ദ മെയിൻ പ്രോപ്പർട്ടീസ് ഓഫ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് ആർ ദ വാല്യൂ of probability distribution in between 0 and 1 or equal to 1 or equal to 0, first property. And second property, the sum of the probability distribution is equal to 1. P of x ൻ്റെ വാല്യൂ 0-ൻ്റെയും 1-ൻ്റെയും ഇടയിലായിരിക്കും. അതുപോലെ P of x പ്രോബബിലിറ്റി എല്ലാം കൂടി നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സം കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ 1 ആയിരിക്കും.
റാൻഡം വേരിയബിളിൻ്റെയും പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ്റെയും കണക്ട് ചെയ്തിട്ടുള്ള ഒരു എക്സാമ്പിളാണ്. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് ടെയിൽസ് ഒബ്റ്റെയിൻഡ് ഇൻ 3 ടോസസ് ഓഫ് എ കോയിൻ. നമ്മളൊരു 3 കോയിൻ ടോസ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കോയിൻ 3 പ്രാവശ്യം ടോസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്തായിരിക്കും? ഫസ്റ്റ് റാൻഡം വേരിയബിൾ കണ്ടുപിടിക്കുക. ഇവിടെ റാൻഡം വേരിയബിൾ എന്നുള്ളത് എക്സ് ആയിട്ട് എടുക്കുക. ഇവിടെ തന്നിട്ടുള്ളത് ടെയിൽസ് ആണ്. ഇവിടെ ക്വസ്റ്റ്യനിൽ വന്ന ടോട്ടൽ നമ്പർ ഓഫ് ടെയിൽ എന്നാണ്. അപ്പം നമ്പർ ഓഫ് ടെയിൽസ് ആയിട്ട് എക്സ് ആക്കി എടുക്കാം. 3 കോയിൻ ടോസ് ചെയ്യുമ്പോൾ കിട്ടുന്ന സാമ്പിൾ സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 8 ഔട്ട്കംസ് ആണ് ഉണ്ടാവുക. ഇതിൽ നോക്കേണ്ടത് നമ്പർ ഓഫ് ടെയിൽസ് കൗണ്ട് ചെയ്യുക. അതാണ് ഇവിടുത്തെ റാൻഡം വേരിയബിൾ. നമ്പർ ഓഫ് ടെയിൽസ് എന്ന് പറയുന്നത് ഒന്നാമത്തതിൽ 0 ആണ്, രണ്ടാമത്തേൽ 1 ടെയിലാണ്, മൂന്നാമത്തേൽ 1 ടെയിൽ, THHൽ 1 ടെയിൽ, HTTയിൽ 2 ടെയിൽ, THTയിൽ 2 ടെയിൽ, TTHൽ 2 ടെയിൽ, ലാസ്റ്റ് വൺ 3 ടെയിൽ. ഇവിടെ ഡിസ്റ്റിങ്ക്റ്റ് വാല്യൂസ് എന്ന് പറഞ്ഞിട്ട്, ഡിസ്റ്റിങ്ക്റ്റ് വാല്യൂസ് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റ് ചെയ്യുന്നത് ഒന്നായിട്ട് എടുക്കാൻ പാടുള്ളൂ. റിപ്പീറ്റ് ചെയ്യുന്നത് എല്ലാം കൂടി എടുക്കണ്ട, ഒന്നെടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ 0, 1, 2, 3 ഇതാണ് ഇവിടുത്തെ റാൻഡം വേരിയബിൾ. അപ്പോൾ x = 0, 1, 2, 3. ഇനി ഇതിൻ്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാം. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പോൾ ഒന്നാമത്തത് എക്സിൻ്റെ വാല്യൂ 0 ആകുമ്പോൾ എന്തായിരിക്കും? P of x = 0. എക്സിൻ്റെ വാല്യൂ 0 ആകുമ്പോൾ ഇത് നോക്കിയാൽ മതി, എത്ര 0 ഉണ്ടോ നോക്കിയാൽ മതി. ഇതിലാകെ ഒരു 0 മാത്രമേ ഉള്ളൂ. തന്നിരിക്കുന്ന സാമ്പിൾ സ്പേസിൻ്റെ നേരെ ആരോ മാർക്കിൽ എത്ര 0 ഉണ്ട്? ഒരു 0 ഉള്ളൂ. അതായത് ഒരു ടെയിൽ ഇല്ലാത്തത് 0 അല്ലേ, ആണ് 0 എന്ന് പറഞ്ഞത്. അത് 1, ആകെ ഒന്നേ ഉള്ളൂ, ബാക്കി ഫുൾ എച്ച് ആണ്. അപ്പോൾ 1/8 ആണ് അതിൻ്റെ പ്രോബബിലിറ്റി. പ്രോബബിലിറ്റിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്. ഫേവറബിൾ ഔട്ട്കം എന്ന് പറയുന്നത് ഇവിടെ 1ഉം ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് അതാണ് 8 വരുന്നത് സാമ്പിൾ സ്പേസ്. ദെൻ x = 1, P of x = 1. 1 ഇതിൽ 3 പ്രാവശ്യം വരുന്നുണ്ട്. ഒരു ടെയിൽ വരുന്നത് 3 പ്രാവശ്യം, അപ്പം 3/8. നെക്സ്റ്റ് P of x = 2, അതും 3/8. 2 ടെയിൽ വരുന്നതും 3 പ്രാവശ്യമുണ്ട്. ദെൻ ലാസ്റ്റ് വൺ P of x = 3, 1/8. ഇതൊരു ടേബിളാക്കി എഴുതി കഴിഞ്ഞാൽ ഇതിനെയാണ് നമ്മൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. എപ്പോഴും പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഒരു ടേബിളായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. എക്സ് വാല്യൂസ്, അതായത് റാൻഡം വേരിയബിൾ 0, 1, 2, 3. ദെൻ P of x = 1/8, 3/8, 3/8 ആൻഡ് 1/8. ഇവിടെ ഒരു റിസൾട്ട് കൂടി പഠിക്കാനുള്ളത് സിഗ്മ P of x = 1 ആയിരിക്കും. ഇവിടെ നോക്കിയാൽ അറിയാം 1/8 + 3/8 + 3/8 + 1/8. ന്യൂമറേറ്ററിൽ ആഡ് ചെയ്താൽ 8 കിട്ടും, ഡിനോമിനേറ്ററിൽ ആഡ് ചെയ്താൽ 8/8. ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് ന്യൂമറേറ്റർ ആഡ് ചെയ്താൽ മതി. അപ്പോൾ 8/8 = 1. ദാറ്റ് ഈസ് ദ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.